ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും രാത്രി ടെറസിന്റെ മണ്ടയിൽ നമ്മുടെ വർഷ കൊടുത്ത ആ ഒരു ടെന്റൊക്കെ അടിച്ച് ആണ് കിടക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ലാസ്റ്റ് ഭാഗം. ഞാൻ രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ അവരവിടെ കിടക്കാണ്. ചെറിയ റൊമാൻസുകളും ഒക്കെ ആയിട്ടാണ്. ആദ്യം പുറത്തിരിക്കുമായിരുന്നു, ടെന്റിനകത്ത് കയറിയില്ല. നിലാവിനെയൊക്കെ നോക്കി നമ്മുടെ രേവതിയോട് കുറച്ച് റൊമാൻസിലൊക്കെ സംസാരിച്ച്, രേവതിയും അതുപോലെ തന്നെ തിരിച്ച് റൊമാൻസിലൊക്കെ സംസാരിച്ച് രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അങ്ങനെ ആ ടെന്റിനകത്ത് കയറുന്നു, ആ ടെന്റിന്റെ സിബ് ക്ലോസ് ചെയ്യുന്നു. അത്രമാണ് ആ ഒരു സീന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരം എടുത്തു. രവീന്ദ്രൻ എപ്പോഴും പത്രം വായിക്കുന്നത് പോലെ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ ആ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നു. സച്ചി വന്നിട്ട് അച്ചമ്മ രാവിലെ എണീറ്റോ? പിന്നല്ല, അച്ചമ്മക്കൊക്കെ രാവിലെ എണീക്കാലോ. അതെന്താടാ നിനക്ക് രാവിലെ എണീക്കാൻ ഇത്ര മടിയ? ഏയ് ഒന്നുമില്ല അച്ചമ്മേ. എനിക്കറിയാം, ടെറസിന്റെ മണ്ടയിൽ പോയി കിടക്കാൻ നേരത്ത് നീ പറഞ്ഞല്ലോ നന്നായിട്ട് ഉറക്കം വരുന്നു, എന്നിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റിയില്ലല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അച്ചമ്മേ പറഞ്ഞത്. നീ എങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ഞാനും രവീന്ദ്രനും കൂടെ ചേർന്നേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാനമോ? എന്ത് തീരുമാനം? ഒറ്റ രാത്രി കൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സമയം കിട്ടിയോ നിങ്ങൾക്ക്? അതിനുള്ള സമയമൊക്കെ ഈ കലാവധി കണ്ടുപിടിക്കും. നിനക്കറിയാലോ എന്നെ. അയ്യോ, എനിക്കറിയാമേ. എൻ്റെ അച്ഛമ്മ, എൻ്റെ പുന്നാര അച്ഛമ്മയല്ലേ. ഇതാരാണ്? ദേ അവിടത്തെ ആ നാട് മുഴുവൻ അടക്കി ഭരിക്കുന്നത് അച്ഛമ്മയല്ലേ. നീ കളിയാക്കൊന്നും വേണ്ടടാ. അടക്കി ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. അല്ല, മറ്റാരെയും കണ്ടില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ആരാ വർഷയും ശ്രീകാന്തും ഒക്കെ വരുന്നത്. അപ്പൊ ഇവരെല്ലാം വരുന്നത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങ് വന്നേ. അതെ, എല്ലാവരോടും കൂടി ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രയും വന്നു കേട്ടോ. ചന്ദ്ര വന്നിട്ട് അവിടെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ ചന്ദ്രനെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചന്ദ്ര കാലൊക്കെ അങ്ങ് പതിയെ മാറ്റിയിട്ടോ. കാലൊക്കെ അങ്ങ് പതുക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വെറുതെ അങ്ങിരുന്നു, കാലൊക്കെ അടുപ്പിച്ച് വെച്ചങ്ങിരുന്നു. അങ്ങനെ അച്ഛമ്മ പറയാണ്, അതെ, ഇന്ന് കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ തീരുമാനം ഉണ്ടാക്കാനാണ് ഇപ്പൊ ഞാനിവിടെ വന്ന് ഇരിക്കുന്നത്. നിങ്ങളെ അതിനു വേണ്ടിയാണ് വിളിച്ചത്. അച്ഛമ്മേ, തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറ. അപ്പൊ നമ്മുടെ രേവതി വന്നില്ല, രേവതി കിച്ചണിലാണ്. അപ്പം ചന്ദ്രയോട് പറയാണ്, എടി നീ ഒരു കാര്യം ചെയ്തേടി ചന്ദ്രേ, രേവതിനെ പോയി വിളിച്ചോണ്ട് വാ. പിന്നെ അവളെ വിളിച്ചോണ്ട് വരുന്നു, എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്നോടല്ലേടി പറഞ്ഞു പോയി വിളിച്ചിട്ട് വരാന്. അതെന്താ നിനക്ക് പറ്റത്തില്ലാത്തത്? ശ്രുതിയെ വർഷയൊക്കെ ആണെങ്കിൽ നീ ഇപ്പൊ വിളിച്ചിട്ട് വന്നേനല്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ വെയിറ്റ് കൃത്യം കാണിക്കരുതെന്ന്. പോയി പെട്ടെന്ന് വിളിച്ചിട്ട് വാ. അങ്ങനെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് പതിയെ പോയി രേവതിനെ വിളിച്ചു. രേവതി, ദേ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ എന്താ അമ്മേ എന്ന് പറഞ്ഞ് രേവതി വന്നപ്പം, ഞാനല്ല വിളിച്ചത്, ദേ ഇരിക്കുന്നു വിളിച്ച ആളെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മയും ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ രേവതി, എന്താ അച്ഛമ്മേ? അതെ, മോളിങ് വന്നേ, മോൾ ഇവിടെ വന്നിരുന്നേ. ഞാൻ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതെ, ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ റൂം കെട്ടണം. ഇത് കേട്ട ഉടനെ നമ്മുടെ ശ്രുതി, റൂമോ? എത്ര റൂം? ആർക്ക് റൂം? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, അയ്യോ, റൂം കെട്ടണം എന്ന് ചോദിച്ചപ്പോ തന്നെ എത്ര റൂം, ആർക്ക് റൂം, ഇനി അതും കൂടെ പിടിക്കാനായിരിക്കും നിനക്ക്, അതും കൂടെ നിനക്ക് വേണമായിരിക്കും. അയ്യോ, ഇങ്ങനെയൊരു സാധനം. അതും കൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അല്ല, റൂം കെട്ടുക എന്നൊക്കെ പറഞ്ഞപ്പം അതിന് ഒത്തിരി പൈസയൊക്കെ ആവില്ലേ? അപ്പൊ സച്ചു പറഞ്ഞു, അല്ല ഇപ്പൊ എന്തിനാ പെട്ടെന്ന് മേളിലൊരു റൂം കെട്ടുന്നത്? എന്തിനാ റൂം കെട്ടുന്നതെന്നോ? അതെ, മേളിൽ റൂം കെട്ടുന്നത് വേറൊന്നിനും അല്ല. ഞാൻ പറഞ്ഞിട്ടാ രവീന്ദ്രൻ മേളിൽ റൂം കെട്ടുന്നത്. എത്ര നാളായി സച്ചി രേവതി നിലത്ത് തന്നെ കിടക്കുന്നു, ഒരു റൂമില്ല. അവർക്കും പ്രൈവസി ഒക്കെ വേണ്ടേ? അല്ല, നിങ്ങളെല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു റൂമിൽ കിടക്കുന്നു. ഇവർക്ക് എന്താ ഇങ്ങനെ പബ്ലിക്കായിട്ട് എന്താ, അവർക്ക് അവരുടേതായ ജീവിതം ഇല്ലേ? അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു, ഇതിന്റെ മുകളിൽ റൂം കെട്ടാൻ പോവാണ്. അപ്പൊ സച്ചു പറഞ്ഞു, റൂമൊക്കെ കെട്ടുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അതിന് പൈസ വേണ്ട. അപ്പൊ പെട്ടെന്ന് വർഷയാടി പറഞ്ഞു, റൂം മാത്രം ആക്കണ്ട. എന്തിനാ, നമുക്ക് മേളിലൊരു റൂമും ഒരു ഡൈനിങ് ഹാളും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കിച്ചണും ഒക്കെ വെക്കാം. അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞ, ഒരു കിച്ചണും കൂടെ വേണം, മുകളിലൊരു കിച്ചണും കൂടെ വെച്ചാലേ നല്ലതായിരിക്കും. അപ്പോഴത്തേക്കും സച്ചി, അതെനിക്ക് മനസ്സിലായി എന്തിനാണെന്ന്. ആ പ്ലാനേ ഇവിടെ നടക്കത്തില്ല, അത് ചീറ്റിപ്പോവും കേട്ടോ എൻ്റെ ചന്ദ്രമതി എന്ന് പറഞ്ഞപ്പോൾ, എന്ത് പ്ലാന്? എനിക്കൊരു പ്ലാനും ഇല്ല. എനിക്ക് മനസ്സിലായി, ഞങ്ങളെ പറഞ്ഞ് മേളിലേക്ക് വിടാനായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ടല്ലോ, രണ്ടടുക്കള, അതായിരിക്കും ഉദ്ദേശം. അല്ല, സാധാരണ എല്ലാ അമ്മായിമ്മമാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അച്ഛമ്മ പറഞ്ഞു, അതൊന്നും ഇവിടെ നടക്കില്ല ചന്ദ്രേ, അതൊന്നും ഇവിടെ നടക്കില്ല. ഇപ്പൊ തൽക്കാലം എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്.
ശ്രുതി, നിന്റെ അഭിപ്രായം എന്താ? അത് പിന്നെ മേളിൽ റൂം കെട്ടുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ശ്രുതി, നിന്റെ അഭിപ്രായം എന്താ? എനിക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, മേളിലൊരു റൂം എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ. പക്ഷേ നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നത് മേളിലൊരു റൂം മാത്രം പോരാ, ഡൈനിങ് ഹോളും അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ പിന്നെ ഏതായാലും നമ്മൾ പണിയല്ലേ, അപ്പൊ പിന്നെ വിശാലമായിട്ട് പണിയത്തില്ലേ? ഇനിയിപ്പൊ പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ പൈസ തരും. അപ്പോഴത്തേക്ക് സച്ചി, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചോ വർഷേ, അതിവിടെ പറ്റത്തില്ല, അതിവിടെ വേണ്ട കേട്ടോ. അച്ഛനോട് പറഞ്ഞിട്ട് ഒന്നും ഇവിടെ ഉണ്ടാക്കണ്ട, അത് വർഷയുടെ വീട്ടിലുണ്ടാക്കിയാൽ മതി. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അല്ല വർഷ ഒരു ഐഡിയ പറഞ്ഞതല്ലേ, അവളുടെ ഐഡിയ ഈ ഐഡിയ വേണ്ട, ചീറ്റിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയോട് ചോദിച്ചു, അല്ല രേവതി, നിനക്ക് എന്താ അഭിപ്രായം? അത് പിന്നെ അച്ഛമ്മേ, എൻ്റെ അഭിപ്രായം ഇപ്പം എന്തിനാ എടുത്തു പിടിച്ചൊരു റൂമൊക്കെ കെട്ടുന്നത്? അതിന്റെ ആവശ്യമേ ഇല്ല. കാരണം വെറുതെ അനാവശ്യ ചെലവല്ലേ. ഇവിടെ എല്ലാവരും ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത്. ഞാനും സച്ചേട്ടന് നിലത്ത് കിടന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് റൂം കിട്ടുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? റൂം കെട്ടണോ വേണ്ടയോ? റൂം കെട്ടുന്നത് നല്ലതാണ്, പക്ഷെ അനാവശ്യമായി ചെലവാക്കി, വലിച്ചു വാരി ചെലവാക്കി ചെയ്യണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, കേട്ടോ അവള് പറഞ്ഞത് കേട്ടോ? എടി, ഇതാടി ഒരു വീട്ടിലെ പെണ്ണിന്റെ ഐശ്വര്യവും സൽഗുണ സ്വഭാവവും എന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? അവള് പറഞ്ഞ് വീട്ടില് ഒത്തിരി ചെലവാകുന്നത് കൊണ്ട്, അല്ല പൈസ ഒത്തിരി ആകുന്നത് കൊണ്ട് വേണ്ടെന്ന്. കേട്ടോ ചന്ദ്രേ, നീ ഇത് കണ്ടുപഠിക്ക് ചന്ദ്രേ. അല്ലാതെ നീ അവരുടെ കൂടെയും ഇവരുടെ കൂടെയും മാറി മാറി നിൽക്കാതെ നീ രേവതിനെ കണ്ടുപഠിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ചന്ദ്ര, പിന്നെ ഒരു രേവതി പുരാണം. എൻ്റെ പൊന്നെ, നിങ്ങൾ പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പൊ രവീന്ദ്ര പറഞ്ഞു, പൈസയുടെ കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ എനിക്ക് തൽക്കാലം പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. പെൻഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ ലോൺ എടുക്കാനായിട്ട് പറ്റും. ഒരു 5 ലക്ഷം രൂപയൊക്കെ ലോൺ കിട്ടും. ഇപ്പൊ പ്രായമായതുകൊണ്ട് അത്രയൊക്കെ കിട്ടത്തുള്ളൂ. ഓട്ടെ, സാരമില്ല. ഈ 5 ലക്ഷം രൂപ മതിയിൽ ഒരു റൂം പിടിക്കാനായിട്ട് മേളില്ല. ഇത് കേട്ടപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, എവിടെന്ന്? അച്ഛന്റെ പെൻഷൻ പൈസ എന്നോ? അതൊന്നും ശരിയാവില്ല. ഈ വയസ്സാം കാലത്ത് അച്ഛൻ ആകെയുള്ളൊരു വരുമാന മാർഗം അത്. അതിൽ വീണ്ടും ബാധ്യത ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു, വേണ്ട അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതിയും പറഞ്ഞു, വേണ്ട അച്ഛാ, എന്തിനാ വെറുതെ. അപ്പം സുധിയാണെങ്കിൽ അത് കുഴപ്പമില്ല, അച്ഛന്റെ പെൻഷൻ പൈസയല്ലേ, അതിനിപ്പോ എന്നാ ഒരു റൂം കിട്ടിയെന്ന് പറഞ്ഞു, എന്താ കുഴപ്പം? അപ്പൊ സച്ചി പറഞ്ഞടാ, മിണ്ടാതിരിക്കടാ, അവന് കിട്ടിയതെല്ലാം കൂടെ എടുത്തോണ്ട് ഓടിയതും പോരാ, ഇപ്പൊ അവർ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു, മുട്ടിപ്പോരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ പേടിപ്പിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ പറയാൻ തുടങ്ങി, വേണ്ട അച്ഛാ, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അച്ഛന്റെ പെൻഷൻ പൈസ എടുത്ത് ചെലവാക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല, അതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് സച്ചിയും പറഞ്ഞു. അങ്ങനെ തന്നെ. അപ്പം പറഞ്ഞു, പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ അച്ഛമ്മ പറഞ്ഞു, ഇവര് പറയുന്നത് ശരിയാ മോനെ രവീന്ദ്ര, നിന്റെ പെൻഷനിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ എടുത്ത് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല. എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ളതല്ലേ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കുറേശ്ശെ പൈസ ഇടാൻ തയ്യാറാകണം. അപ്പൊ സുധിയാണെങ്കിൽ, പൈസയോ? അയ്യോ, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല, ഞങ്ങളിപ്പം ബിസിനസ്. മതി, നിർത്ത് നിന്റെ ഒരു ബിസിനസ്. പൈസ ചോദിച്ചെന്ന് ഓർത്തോണ്ട് അവൻ കണ്ടില്ലേ വെപ്രാളപ്പെട്ടത്. ഇങ്ങനെ എല്ലായിരുന്നല്ലോ അവിടെ കുറച്ചു നേരം മുമ്പ്. റൂം കെട്ടിക്കോ, കുഴപ്പമില്ലെന്നായിരുന്നല്ലോ. അത് അച്ഛന്റെ പൈസ നിന്റെ പൈസ. അച്ഛനെ ഈ വയസ്സാം കാലത്ത് കഷ്ടപ്പെടുത്താൻ നിനക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ. മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് സച്ചി പറഞ്ഞിട്ട്, അച്ഛമ്മേ, ഈ അഭിപ്രായത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനിപ്പം ആ പെൻഷൻ പൈസ കിട്ടുന്നുണ്ട്, അത് അതേപടി കിട്ടിപ്പോക്കോട്ടെ. ഞാൻ പറഞ്ഞു, പ്രായമായി, അച്ഛന് വേറൊരു വരുമാന മാർഗവുമില്ല, അച്ഛൻ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇനി അതിനേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ട, ആ ഒരു കാര്യം ഇവിടെ ആലോചിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, അപ്പം പിന്നെ എന്ത് ചെയ്യും? എങ്കിലേ എൻ്റെ കയ്യിൽ വേറെ നല്ല ബെസ്റ്റ് ഐഡിയ ഉണ്ട്. അത് വേറൊരു ഐഡിയ അല്ല, ഏതായാലും ഇവിടെ രേവതി സച്ചി മാത്രമല്ലല്ലോ, അല്ലാതെ ശ്രുതിയും വർഷയും ശ്രീകാന്തും സുധിയും ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ഓരോരോ മുറിയിലാണല്ലോ കിടക്കുന്നത്. അത് പിന്നെ അവര് റൂമിൽ കിടക്കുന്നതേ അവർക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോകേണ്ടതാ. അത് അറിയാമോ അമ്മയ്ക്ക് എന്ന് ചന്ദ്ര. അതെന്താടി, രാവിലെ എണീറ്റ് ജോലിക്ക് പോവല്ലേ സച്ചിൻ രേവതിയും? സച്ചി ഡ്രൈവറാ, വണ്ടി ഓടിക്കാൻ പോകുന്നില്ലേ? രേവതി പൂക്കച്ചവടത്തിന് പോകുന്നില്ലേ? അത് ജോലിയല്ലേ? അയ്യേ, അതെന്ത് ജോലി? ഇവരെ വലിയ ബിസിനസ് നടത്താൻ പോകുന്നത്. അപ്പൊ അതിന്റെ ടെൻഷനും ക്ഷീണവും ഒക്കെ കാണും. അപ്പൊ രാവിലെ നിലത്തൊക്കെ കിടന്നിട്ട് എണീറ്റ് പോവാന്ന് പറഞ്ഞാലേ അതൊന്നും ശരിയാവില്ല. ആര് പറഞ്ഞ് ശരിയാവില്ലെന്ന്? അത് ശരിയാകും. ഈ കലാവതി ഒരു കാര്യം തീരുമാനിച്ചാലേ തീരുമാനിച്ചത് തന്നെയാ. അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം അത് അവസാന തീരുമാനമാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. തൽക്കാലം രവീന്ദ്രനും ചന്ദ്രയും അവരുടെ റൂമിൽ തന്നെ കിടക്കട്ടെ.
അവന് പൊടി അലർജിയൊക്കെയാണ്, രോഗങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് രവീന്ദ്രനും ചന്ദ്രയും റൂമിൽ കിടക്കട്ടെ. പക്ഷേ ഇവിടെ വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവർക്ക് 2 റൂമുണ്ടല്ലോ. അവരിൽ ഒരാള് ഒരു ദിവസം മാറിക്കൊടുക്കുക സച്ചിക്ക് രേവതിക്കും വേണ്ടി. അങ്ങനെ റൗണ്ട് ആയിട്ട് ഓരോരുത്തർ ഓരോ ദിവസം മാറിക്കിടക്കുക. ഒരു ദിവസം സച്ചി കിടന്നാല്, ഒരു ദിവസം സുധി കിടക്കുക, ഒരു ദിവസം ശ്രീകാന്ത് കിടക്കുക. അങ്ങനെ റൗണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് അടിച്ച് ഇങ്ങനെ വരിക. അപ്പൊ പിന്നെ എല്ലാവർക്കും ഒരേ പരിഗണനയാണ് ആണല്ലോ. ഇത് കേട്ടതും സുധി, അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല, ഇപ്പൊ തന്നെ എനിക്ക് നടുവിന് വേദനയാ. നിലത്ത് കിടന്നാല്, അയ്യോ നിലത്ത് കിടന്നാൽ എന്ത് പറ്റൂടാ? നിലത്ത് കിടന്നാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ ഇവരെയൊക്കെ എങ്ങനെയാ നിലത്ത് കിടത്തുന്നത്? വർഷയുടെ അമ്മയൊക്കെ എന്ത് പറയും? അതുമല്ല ശ്രുതിയുടെ ഇളയച്ചൻ വിളിക്കുമ്പോ എന്ത് പറയും? അതെ എടി, നീ മര്യാദക്കിരിക്കടി. ഞാനൊരു കാര്യം നിന്നോട് പറയാം. ശ്രുതിയുടെ ഇളയച്ചൻ, അതുപോലെ തന്നെ വർഷയുടെ അമ്മ, എന്താ രേവതിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? അവള് നിലത്ത് കിടന്നാൽ എന്ത് വിചാരിക്കുന്നത്? നീ എന്താ വിചാരിക്കാത്തത്? പോട്ടെ, അവൾക്ക് നിലത്ത് കിടക്കാൻ സമ്മതമാണ്. സാധാരണയെ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ, അതും ഒരു നല്ല പെൺകുട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിട്ട വീട്ടിലെ സൗകര്യങ്ങൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതാണ്. അതല്ലേ അതല്ലേ അതിൻ്റെതായ മര്യാദ. അപ്പൊ രേവതി കാണിക്കുന്നത് പോലെ ഇവിടെ മറ്റു 2 മരുമക്കളും കാണിക്കുന്നുണ്ടോ? എടി, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടി. പോത്തിനോട് വേദം ഓതാൻ പോയിട്ട് കാര്യമില്ലെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ചന്ദ്രേ, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടേക്കാം. അതെ ശ്രീകാന്തേ, വർഷേ, നിങ്ങക്ക് സമ്മതമാണോ? അപ്പൊ ശ്രീകാന്ത് വർഷേനെ നോക്കിയിട്ട്, ഞങ്ങൾക്ക് സമ്മതമാണ്, കുഴപ്പമില്ല അച്ഛമ്മേ, ഒരു ദിവസം അല്ലേ, അതിനിപ്പോ എന്താ? അപ്പോഴത്തേക്കും ശ്രുതിയോട് ചോദിച്ചു, ശ്രുതി നിനക്ക് സമ്മതമാണോ? അത് എനിക്ക്. അപ്പോഴത്തേക്ക് ശ്രുതിനെ നോക്കാണ് കേട്ടോ വർഷ അല്ല ശ്രുതി. അപ്പം അച്ഛമ്മ പറഞ്ഞു, നീ ശ്രുതിനെ ഒന്നും നോക്കണ്ട, നിനക്ക് സമ്മതമാണോ ഇല്ലയോ എന്നാ ചോദിച്ചത്. അത് പിന്നെ ആ കുഴപ്പമില്ല അച്ഛമ്മേ എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പൊ പ്രശ്നമെല്ലാം തീർന്നല്ലോ. അപ്പം ഇന്ന് രാത്രി രേവതി സച്ചിയും കിടക്കേണ്ടത് ശ്രുതിയുടെയും റൂമിലാണ്. ഓക്കെ, തീർന്നില്ലേ പ്രശ്നം ഇവിടെ എന്ന് പറഞ്ഞിട്ട് സംഘം പിരിച്ചു വിട്ടിരിക്കുന്നു, എല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞ് പിരിച്ചും വിട്ടു കേട്ടോ. അതായത് ചെറിയൊരു യോഗം പോലെ ആയിരുന്നല്ലോ. ശ്രുതിയാണെങ്കിൽ ചെന്നിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതി പറഞ്ഞിപ്പോ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാ. അച്ഛമ്മ പറഞ്ഞാൽ കേട്ടല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആകെ പാടെ പെട്ടുപോയി. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, നമ്മുടെ ശ്രുതി വീണ്ടും ആ ഒരു ബിസിനസ് നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. അവിടെ ശ്രുതിയും പോയിട്ട് അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നു, ആ ഒരു കടയിലേക്ക് ചെന്നു. അപ്പം നമ്മുടെ മീര കൂടത്തിലുണ്ട്. അപ്പം മീര ആണെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ട്, എടി കൊള്ളാലോടി നിന്റെ ഐഡിയ. സ്വന്തം പൈസ, സുധിയുടെ സ്വന്തം പൈസയാണ്, എന്നിട്ട് ക്രെഡിറ്റോ നിന്റെ അച്ഛന്. അയ്യോ, ഇത് വല്ലാത്ത ബുദ്ധി തന്നെ. നിന്നെ സമ്മതിച്ച് തന്നിരിക്കുന്ന കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞപ്പോ ഒന്നും മിണ്ടാതിരിക്കടി. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? പിന്നെ പേടിക്കാതെ എങ്ങനെയാ? അതെ, ഇപ്പൊ ഞാൻ ശ്രുതിയുടെ കൂടെ പതുക്കെ നിന്ന് ശ്രുതി പറയുന്ന എല്ലാം കേൾക്കും. എടി, ആ പൊട്ടൻ ഈ കടയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ദേ, എന്റെ ഭർത്താവിനെ പൊട്ടനെന്നെങ്ങാനും പറഞ്ഞുണ്ടല്ലോ. പിന്നെ പൊട്ടനെന്നല്ല, പിന്നെ എന്താ പറയേണ്ടത്? അത് പിന്നെ എന്റെ പൊന്നു മീരെ, ഇപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. ഇപ്പം ശ്രുതി പറയുന്നത് ഞാൻ കേൾക്കും. ശ്രുതി പറയുന്നത് ഞാൻ ഇപ്പൊ കേൾക്കുകയാണെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ, ഒരു ദിവസം ഞാൻ പറയുന്ന നുണകളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവൻ എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കും. ഞാനിപ്പോൾ ശ്രുതിയുടെ കൂടെ നിന്നാൽ, നിന്റെ ഐഡിയ ഏതായാലും കൊള്ളാം. അപ്പൊ ഏതായാലും കട മേടിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ഈ കട ഇപ്പൊ എൻ്റെ സ്വപ്നമാടി. ശ്രുതി ആ കസേരയിൽ ഇരിക്കണം, അതുപോലെ എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി പിടിച്ച് ജീവിക്കണം ഞങ്ങൾക്ക്. എൻ്റെ സ്വപ്നമൊക്കെ ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ, അതിലേക്ക് ഞാൻ അടുത്തോണ്ടിരിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ അവിടെ ഓണർ ഉണ്ട് കേട്ടോ, കടയുടെ ഓണർ വന്നിട്ട് ഇവരോട് ഓരോന്ന് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രുതിയും ഉണ്ട്. അപ്പൊ ശ്രുതിയുടെ ഫ്രണ്ടായിട്ട് നമ്മുടെ പാർക്കിലുണ്ടായിരുന്ന ഫ്രണ്ടില്ല, അപ്പം പുള്ളിക്കാരനും കൂടെയുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കടയുടെ പേര് അത് ഞങ്ങൾ ഇട്ടോളാം, കടയുടെ പേര് മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളാണ്. ചന്ദ്രമതി എന്നാണ് കടയ്ക്ക് പേരിടാൻ പോവുകയും ചെയ്യുന്നത്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാത്രിയായി, നമ്മുടെ ശ്രുതിയും കട്ടിലേക്ക് കയറി. അപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അല്ലല്ലോ എന്ന്. അങ്ങനെ ശ്രുതി പറഞ്ഞു, എൻ്റെ പൊന്നു ശ്രുതി ഇറങ്ങ്, നമുക്ക് പോകാം, ഇന്ന് നമ്മൾ ഇവിടെ അല്ല കിടക്കണത്. എന്നെ കൊണ്ട് പറ്റൂല ശ്രുതി, നമുക്ക് ഇവിടെ കിടന്നാൽ മതി. അങ്ങനെ അങ്ങ് പറഞ്ഞേച്ചാൽ മതി. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ ശ്രുതി തീരുമാനിച്ചേക്കുന്നത്? പെട്ടെന്ന് എണീക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എണീപ്പിക്കുകയാണ് കേട്ടോ. ഏകദേശം നാളെ ഇവിടം വരെയൊക്കെ എത്തുമായിരിക്കും, അറിയില്ല. ഇനിയിപ്പോൾ ഇതിനപ്പുറം കടന്നു പോകാൻ ചാൻസ് ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടം വരെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാനൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. കൂടെ നമ്മൾ ചെറിയൊരു ബിസിനസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ഇതും നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇത് കണ്ടോ, നമുക്കിത് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് വന്നിരിക്കുന്ന, ഈ ഒരു കുർത്തിക്ക് വന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്
999 ആണ് കേട്ടോ. അതും നല്ല പ്രീമിയം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഹാൻഡ് വർക്കൊക്കെ ആയിട്ടാണ്. ഇവിടെ ചെറിയൊരു മ്യൂറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ ഷേപ്പായിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 5 പീസ് ഉണ്ടായിരുന്നു. 5 പീസും പോയി. ഒരു പീസ് ഇതാണ്, 4 പീസും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ നിങ്ങൾക്ക് ഒരു 3-4 ദിവസമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ കൊറിയർ സർവീസാണ്. നിങ്ങളുടെ വീട്ടിൽ ഇത് 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ സംഭവം എത്തും. പിന്നെ പ്രീ ബുക്കിങ്ങിൻ്റെ കാര്യം അതൊരു 15 ദിവസം ആവും കേട്ടോ. പ്രീ ബുക്കിംഗ് ആണെങ്കിൽ അതൊരു 15 ദിവസം ആകും. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഞാൻ പോവാം. നിങ്ങളെ പറഞ്ഞ് ബോറാക്കുന്നില്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.